യെശയ്യാ പ്രവചനം അതിൻ്റെ 10-ാം അധ്യായം 27-ാം വാക്യം വായിക്കാം. ഐസയ ചാപ്റ്റർ 10 verse 27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന്, അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിന്റെ യോഗമായതിനാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോടുകൂടെ ഈ ശബ്ദം വീക്ഷിക്കുന്ന ഹല്ലേലൂയ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ പന്തലിന്റെ നെടുകയും കുറുകയും അവിടുത്തെ സാന്നിധ്യം ഉലാത്തുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ശക്തിയേറിയ ദൂതന്മാർ ഇന്ന് രാത്രി ഈ പന്തലിന് ചുറ്റുമുലാത്തുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുസാന്നിധ്യമാണല്ലോ ഇന്ന് രാത്രി ഞങ്ങളെ പ്രത്യേകതയുള്ളവരാക്കുന്നത്. അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു െങ്കിൽ അവിടുത്തെ ബഹുവിധമായ ജ്ഞാനം ഇന്ന് രാത്രി ദേശത്തിന്മേൽ ഈ സഭയുടെ മേൽ വിതയ്ക്കപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെടുന്ന അവിടുത്തെ വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ ഇന്ന് രാത്രി അതിവിടെ വിതയ്ക്കപ്പെടുവാൻ കോണം. ഭാവികൾ ദൈവത്തിലേക്ക് തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ദേശം വിടുവിക്കപ്പെടുവാൻ, ദൈവസഭ ഉണർത്തപ്പെടുവാൻ, ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാക്കപ്പെടുവാൻ, അശുദ്ധാത്മാക്കൾ ഹല്ലേലൂയ വിട്ടുമാറുവാൻ, ജനം ഹല്ലേലൂയ അങ്ങേ സന്തോഷിച്ച് ആനന്ദിപ്പാൻ ഇടയാക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ വചനവുമായിട്ട് ഇവിടെ നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിപ്പാനായിട്ട് ഇടയായി തീർന്നു. അന്നാളിൽ അവന്റെ മുഖം. എന്നാളിൽ യെശയ്യാ പ്രവാചകൻ ഈ പ്രവചന പുസ്തകം എഴുതുന്ന കാലഘട്ടം BC 700-നും 690-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. ശക്തന്മാരായ രാജാക്കന്മാർ ഇസ്രായേലിനെയും അതുപോലെ യഹൂദയും ഭരിക്കുന്ന കാലഘട്ടം. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും അരനൂറ്റാണ്ട് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹത്തിലും സമ്പത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാം തിരുവനന്തപുരത്തിൽ കാണുന്നത് പോലെ ഉസിയാവ്, യോഥാം, ആഹാസ്, യെസ്കിയ ഇങ്ങനെ തുടങ്ങിയ രാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടം, യഹൂദയെ ഭരിക്കുന്ന കാലഘട്ടം. എന്നാൽ ഈ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ മധ്യത്തിൽ ദൈവത്തെ വിട്ട് മാറി ജാതികളുടെ രീതിയിലേക്ക് തിരിയുന്ന, ദൈവത്തെ അറിയാമെങ്കിലും ദൈവത്തെ അറിഞ്ഞു മഹത്വപ്പെടുത്താനോ ദൈവത്തെ ആരാധിപ്പാനോ ദൈവത്തിൽ ആശ്രയിപ്പാനോ കഴിയാതെ വണ്ണം മാറിപ്പോകുന്ന ഒരു തലമുറ. അങ്ങനെ ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കാണും ദൈവത്തിന്റെ തിരുഹിതത്തിന് പ്രസാദം തോന്നി. അതിന് ദൈവം അശൂർ, ആ കാലഘട്ടത്തിലെ ശക്തമായ സാമ്രാജ്യമായ അശൂറിനെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ കോപവും ക്രോധവും തന്റെ കോലും വടിയുമായിട്ട് തന്റെ ജനത്തെ തന്നിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കാണും അശൂറിനെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ദീർഘനാളുകൾ ദൈവജനം കഷ്ടതയിലും അടിമത്തത്തിലും കൂടെ കടന്നുപോയി. വളരെ പ്രതിസന്ധികൾ കൂടി കടന്നുപോയി. അവരെ ഞെരുക്കുവാൻ, അവരെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ കാണും തിരഞ്ഞെടുത്ത അശൂർ വിചാരിച്ചു തങ്ങളുടെ കഴിവ് കൊണ്ടും തങ്ങളുടെ ബലം കൊണ്ടും അവർക്ക് ആരെയും പരാജയപ്പെടുത്താം. എത്രയോ രാജ്യങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ സേവിക്കുന്ന എത്രയോ രാജ്യങ്ങളെ, ജാതീയ രാജാക്കന്മാരെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. യെരുശലേമും യഹൂദയും അതുപോലെ മാത്രമേ ഉള്ളൂ. ഈ ഇസ്രായേലും അവയിൽ ഒന്ന് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരനുഭവത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ തന്റെ ജനത്തോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, അശൂറിനെ ഭയപ്പെടാനല്ല അവരെ ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചത്. നിങ്ങൾ എന്നെ ഭയപ്പെടുവാനും എന്നിൽ ആശ്രയിക്കുവാനും ദൈവത്തിങ്കിലേക്കുള്ള പൂർണ്ണ ആശ്രയത്തിലേക്കും കടന്നു വരുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു വടിയും കോലും മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപവും ക്രോധവും മാത്രമാണ് അശൂർ എന്ന് തിരിച്ചറിയുവാൻ ഇടയാകണം. ഇന്ന് രാത്രി ഇസ്രായേലിൽ എന്ത് സംഭവിച്ചോ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യഹൂദയ്ക്ക് എന്തോ സംഭവിച്ചോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഒരു വിഷയമല്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പന്തലിൽ വളരെ ആഗ്രഹത്തോടെ ആവലോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കേൾക്കുവാനുള്ളത്? ഹല്ലേലൂയ. നൂറ്റാണ്ടുകളായി നമ്മുടെ ആയുസിന്റെ ആദ്യം മുതൽ വിവിധ മാധ്യമങ്ങൾ കൂടി ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമാരെന്നും കാലാകാലങ്ങളായി പ്രവാചകന്മാർ മുഖാന്തരം ഇടപെട്ട ദൈവത്തിന്റെ വചനം തന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ
തെറ്റി ഒഴിയാതെ ഇരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ വ്യക്തമായി വെളിപ്പെട്ട് കിട്ടിയ നാം എങ്ങനെ ദൈവത്തിന്റെ കൃപയിലായിരിക്കുന്നുവെന്നും അവിടുത്തെ ആശ്രയത്തിൽ എത്രത്തോളം ഹല്ലേലൂയ ബലത്തിൽ എത്രത്തോളം നാം ആശ്രയം കൊള്ളുന്നുവെന്നും ഇന്ന് രാത്രി ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ ദൈവം മാത്രമല്ലാതെ മറ്റാരും ഇല്ലാത്ത ഒത്തിരി യാത്രകളിൽ നാം കടന്നുപോയിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ച കരഞ്ഞ ആരും കൂടെ യാത്ര ചെയ്യുവാനില്ലാതെ ദൈവത്തോട് നിലവിളിച്ച യാത്രയുടെ രാമങ്ങൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിലുണ്ട്. നിലവിളികൾക്ക് മറുപടിയായി ദൈവം തന്റെ അനുഗ്രഹങ്ങളെ അയപ്പാനിടയായി തീർന്നു. കാലാകാലങ്ങളായി തന്റെ ദൂതുകൾ നമ്മോട് അറിയിപ്പാനിടയായി തീർന്നു. എന്നാൽ അനുഗ്രഹത്തിന്റെ വഴിയിൽ യാത്ര ചെയ്തപ്പോൾ എവിടെയോ നഷ്ടപ്പെട്ട ഒരാദ്യ സ്നേഹം, എവിടെയോ നഷ്ടപ്പെട്ട ദൈവത്തിലുള്ള ഒരു ആശ്രയം, ഹല്ലേലൂയ, പലപ്പോഴും സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അതൊരു ശൂന്യതയായി തോന്നുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ നിത്യതയെക്കുറിച്ച് വളരെ ഹല്ലേലൂയ ബോധ്യമുള്ള, അതിനെക്കുറിച്ച് വളരെ തീഷ്ണതയുള്ള ദൈവം പല വഴികൾ കൂടി തന്റെ കോപവും ക്രോധവും ഒക്കെ അയച്ച് തങ്ങളിലേക്ക് തിരിച്ചു പിടിക്കുമ്പോൾ അത് പക്ഷേ പല നുകങ്ങളായി, തോളിൽ വെക്കുന്ന നുകങ്ങളായി, ഭാരങ്ങളായി, ചലിക്കുവാൻ കഴിയാത്ത വേദനകളായി, രോഗങ്ങളായിട്ടൊക്കെ വെളിപ്പെടുമ്പോൾ ദൈവത്തോട് ഇന്ന് ചോദിക്കല്ലേ, എന്താണ് എനിക്കിന്ന് സംഭവിക്കുന്നത്? എന്നാൽ ദൈവത്തിന് പറയാനുണ്ട്, നീ എങ്കിലേക്ക് മടങ്ങി വരിക, എങ്കിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. നിന്നെ അലട്ടുന്ന രോഗത്തെ ഭയപ്പെടാനല്ല, നീ കടന്നു പോകുന്ന കടഭാരത്തെ ഭയപ്പെടുവാനല്ല, നിന്നെ ഞെരുക്കുന്ന വാക്കുകളെ ഭയപ്പെട്ട് ഒതുങ്ങിയിരിക്കാനല്ല, എങ്കിലേക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകട്ടെ. പ്രൈസ് ഗോഡ്. ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയപ്പാനിടയായി തീർന്നു. പാപം നിമിത്തം അയപ്പാനിടയായി തീർന്നു. നാം എത്രമാത്രം നമ്മെ നീതീകരിച്ചാലും, ദൈവം നമ്മെ നീതീകരിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമില്ല. ഒത്തിരി നീതി പ്രവൃത്തികൾ നമുക്ക് പറയാൻ കഴിയുമായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിന് വേണ്ടി വലിയ തീഷ്ണതയുള്ളവരായി നിന്നവരായിരിക്കാം. അവരൊത്തിരി ത്യാഗം ദൈവത്തിന് വേണ്ടി സഹിച്ചതായിരിക്കാം. അവരൊത്തിരി ദൈവത്തിന് വേണ്ടി കൊടുത്തതായിരിക്കാം. അവർ ദൈവത്തിന് വേണ്ടി അടിയേറ്റവരായിരിക്കാം. അതൊന്നും എണ്ണിപ്പറഞ്ഞ് നിന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മുമ്പിൽ വില പോകത്തില്ല. അതൊക്കെ ചില അനുഗ്രഹങ്ങൾക്ക് മാധ്യമങ്ങളായി തീരും. എന്നാൽ രക്ഷയ്ക്ക് മുഖാന്തരം യേശു ക്രിസ്തു മാത്രമാ, മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞിട്ടും ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം അവന്റെ സന്നിധിയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ഏതെങ്കിലും മണ്ഡലങ്ങൾ തടയപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി വിളിച്ചു പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നിങ്ങൾക്കൊരു അവകാശം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അവകാശത്തിലേക്ക് മടങ്ങി വരുവാനുള്ള കാലം സമീപിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അവന്റെ നുകം, അശൂരിന്റെ നുകം ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ നിന്ന് മാറുവാൻ തക്കോണം അഭിഷേകത്തിന്റെ തൈലം അവർക്ക് നൽകുവാനിടയായി തീർന്നു. എന്ന് തിരിച്ചറിയുവാൻ കഴിയുമോ? ദൈവമാണ് സകല പ്രശ്നങ്ങൾക്കും ഉത്തരം. ദൈവത്തെ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ഉറച്ചു നിന്നാൽ എനിക്ക് ധീരമായി നിൽക്കുവാൻ കഴിയുമെന്നും എന്നുറപ്പ് പ്രാപിക്കുന്നു. ആ നാളിൽ നിന്റെ ചുമലിൽ നിന്ന്, ഹല്ലേലൂയ, നിന്റെ തോളിൽ നിന്ന് നുകങ്ങൾ മാറുകയാണ്. എന്തിനാണ് നുകം? നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ, നിന്റെ പുറകിൽ ചില ഭാരങ്ങളായിട്ട് വലിപ്പിക്കുവാൻ നുകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവം അയച്ച തന്റെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ചിലതായ കോപവും ക്രോധവും. പലപ്പോഴും ദൈവം കോപത്തോടെ നമ്മോട് ഇടപെടുമ്പോൾ നാം തകർന്നു പോകുമോ എന്ന് ചിന്തിക്കും. എന്നാൽ അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. വടികൊണ്ട് താൻ അടിക്കുമ്പോൾ അപ്പൻ എന്ന നിലയിൽ മക്കളോട് ശിക്ഷിക്കുന്നത് പോലെ തന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു പിടിക്കുമ്പോൾ പലപ്പോഴും നിലവിളിക്കാറില്ലേ, ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ രോഗം മാറുന്നില്ല, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് നീറുന്ന ചോദ്യങ്ങളുമായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ദൂരത്തിരുന്നായിരിക്കാം. എന്നാൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന യേശു മരണത്തെ ജയിച്ചവനായി ഉയർത്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നിട്ട് നമ്മെക്കുറിച്ച് ഒന്നും അറിയാത്തവനായിട്ട് ഇരിക്കുന്നവനല്ല. തന്റെ ആത്മീയ സാന്നിധ്യം 2 or 3 പേർ കൂടുന്നിടത്ത് അതിന്റെ മധ്യത്തിൽ അയക്കാമെന്നൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ മർമ്മം ജാതികളുടെ ഇടയിൽ പ്രസംഗിപ്പാൻ. അതെന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു.
ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, തകർന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആരെങ്കിലും ഒന്ന് വന്ന് ആശ്വസിപ്പിച്ചാൽ മതിയായിരുന്നു ചിന്തിച്ച എത്രയോ നിമിഷങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കണ്ണിനെ മൂടപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾ ആയിരുന്നപ്പോൾ, ഹല്ലേലൂയ, ആരും അറിയാം നിങ്ങളെ തലോടിയ, നിങ്ങളുടെ പ്രാണന് നേരെ ശത്രു പോരാടിയപ്പോൾ, ഒരു കയറിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അല്പം വിഷത്തിൽ ഇതൊന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും ചിന്തിച്ച അനേക നിമിഷങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പുറത്ത് തലോടിയ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന എടുത്തു മാറ്റിയ അതേ അരുമ മണവാളൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വാതിൽ നിന്ന് മുട്ടുകയാണ്. അതെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി ആരെങ്കിലും കർത്താവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ തന്റെ ആത്മസാന്നിധ്യം നമ്മിലേക്ക് അയച്ചിട്ട് നമ്മെ വിടുവിപ്പാൻ അവൻ വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനത്താൽ ഞാൻ ഉറപ്പ് പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വളരെ ശക്തമായിട്ട് വ്യാപരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി എഴുതപ്പെട്ട ഈ തിരുവെഴുത്തുകൾ ആധാരമാക്കി നാം സംസാരിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: യേശു രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരുവെഴുത്ത് ആധാരമാക്കി അവനെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കുമ്പോൾ, ഹല്ലേലൂയ, ഏക ഉത്തരം ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ മെഡിക്കൽ സയൻസിന് പരിഹാരം തരാത്തൊരു രോഗവും പേറിക്കൊണ്ടായിരിക്കാം, അങ്ങനെ ഒരു നുഖവും പേറിക്കൊണ്ടായിരിക്കാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളെ സ്പർശിപ്പാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അവങ്കലേക്ക് യഥാർത്ഥമായി ഹൃദയം സമർപ്പിച്ച് ആശ്രയിപ്പാൻ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ കഴിവുള്ള ഒരു കർത്താവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ മർമ്മം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുകയാണ്. എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മസാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനിടയാകാമോ? നാം വായിച്ച പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുന്നു. ഇംഗ്ലീഷിൽ അതിനെ അനോയിന്റിങ് ഓയിൽ എന്നാണ് വായിക്കുന്നത്. അനോയിന്റിങ് ഓയിൽ. എന്തിനാണ് അഭിഷേക തൈലം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അനോയിന്റിങ് ഓയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ ക്രമപ്രകാരം, പ്രത്യേക രീതിയിൽ ദൈവത്തിന്റെ ക്രമപ്രകാരം നിർമ്മിക്കുന്ന വിവിധ തരത്തിലുള്ള എണ്ണകൾ ചേർത്ത് ഉണ്ടാക്കുന്ന അഭിഷേക തൈലം പഴയ നിയമകാലത്ത് പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ രാജാക്കന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്യുമ്പോൾ അവരുടെ തലയിൽ അക്ഷരികമായിട്ട് ഒഴിക്കുമ്പോൾ ഒരു മർമ്മം വിളിച്ചു പറയുകയാണ്: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെട്ടതിന് ശേഷം, ഓ ഹല്ലേലൂയ, പിതാവിന്റെ അടുക്കൽ ചെന്ന് ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കുവാനിടയായി തരും. ഇംഗ്ലീഷിൽ പറയുന്ന pour out his holy spirit. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷേകം എന്താണ്? നിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് അഭിഷേകം. അത് നുകത്തെ തകർക്കുവാനിടയാകും, നുകത്തിന്റെ അമിക്കയറുകളെ പൊട്ടിക്കുവാനിടയാകും, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയപ്പാനിടയാകും. ഹല്ലേലൂയ. ദേശത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ കെട്ടുകളെ അഴിക്കുവാനിടയാകും. നിന്റെ ഹല്ലേലൂയ സഭയ്ക്ക് നേരെ പോരാടി നിൽക്കുന്ന, വാവിളർന്ന് നിൽക്കുന്ന അന്ധകാര ശക്തിക്ക് നേരെ ഒരുപക്ഷെ അത് നിന്റെ കഴുത്ത് ഞെരുക്കുന്നത് പോലെ നിനക്ക് തോന്നിയേക്കാം. എന്നാൽ ഇന്ന് രാത്രി നിന്റെ മേൽ വീണ അഭിഷേക തൈലത്തെ തിരിച്ചറിയുമ്പോൾ അഭിഷക്തനെ ആത്മാവിലൊന്ന് സടകുടഞ്ഞെഴുന്നേറ്റ്, ഹല്ലേലൂയ, കഴുത്തിൽ വീണ മുഖങ്ങൾ അഴിഞ്ഞു മാറുന്ന ഒരു രാത്രിയാണിത്. ഒരു മനുഷ്യനല്ല, യേശുവിന്റെ ആത്മസാന്നിധ്യം ഇതിന്റെ ചുറ്റും ഉലാത്തുകയാണ്. തന്റെ തേജസ്, ഹല്ലേലൂയ, ധരിച്ച വസ്ത്രവുമായി ഇന്ന് രാത്രി ഇതിലെ ഉലാത്തുന്ന കർത്താവിനെ കാണുവാൻ ആത്മാവിന്റെ കണ്ണുകളൊന്ന് തുറക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സംഭവ കഥ ഇപ്രകാരമുണ്ട്. ബ്രണ്ണൻ മാനിങ് എന്ന് പറയുന്ന വ്യക്തി അബ്ബാസ് ചൈൽഡ് എന്നുള്ള തന്റെ ബുക്കിനകത്ത് ഇപ്രകാരം എഴുതുവാനിടയായിത്തീർന്നു. വളരെ പ്രായം ചെന്ന ഒരു പിതാവ് മരണകരമായ ക്യാൻസർ തന്റെ ജീവിതത്തെ പിടിക്കുവാനിടയായിത്തീർന്നു. അതിന്റെ ക്ലേശങ്ങൾ വളരെയധികം ശരീരത്തെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ വിശ്വാസത്തിൽ ക്ഷീണിപ്പാനിടയായിത്തീർന്നു. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച ആത്മാവിൽ ഒന്ന് ഉറച്ചു നിൽക്കണമെന്നും ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കണമെന്നും ആഴമായ ഒരു ആഗ്രഹം തനിക്കുണ്ടായി. എന്നാൽ തന്റെ ശാരീരിക ക്ലേശങ്ങൾ നിമിത്തം അങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ കഴിയാത്ത ഒരു ഭാരത്തിൽ താനായി. തന്റെ ഈ വിഷമ അവസ്ഥ സഭയിലെ ഒരു മുതിർന്ന വ്യക്തിയോട് താൻ ഷെയർ ചെയ്യുവാനിടയായി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മുട്ടിൽമേലിരുന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ പ്രിയ പിതാവേ,
താങ്കൾക്ക് ഇപ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്ന സമയമല്ല. ഹല്ലേലൂയ. നിങ്ങൾ കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് മുഖാമുഖമായി സംസാരിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് താങ്കൾ ഇരിക്കുന്ന കസേരയ്ക്ക് അപ്പുറത്തായിട്ട് ഹല്ലേലൂയ അഭിമുഖമായിട്ട് മറ്റൊരു കസേരയും കൂടെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞാനിപ്പോൾ താങ്കളോട് സംസാരിക്കുന്നത് പോലെ യേശുവിനെ വിശ്വാസത്താൽ കണ്ട് യേശു ആ ചെയറിൽ വന്നിരിക്കുന്നത് വിശ്വാസത്താൽ അറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. ചില നാളുകൾ ആ പിതാവിത് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. തന്റെ പ്രാർത്ഥന ഒരു ശക്തമായി തീരുവാനിടയായി തീർന്നു. തന്റെ പ്രാർത്ഥന മണിക്കൂറുകൾ നീണ്ടു. ഹല്ലേലൂയ. തന്റെ ശരീരത്തിന്റെ ബലത്തെ ഹല്ലേലൂയ ബലഹീനതയെ താൻ മറക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പുറമേയുള്ള ശരീരം നാൾക്ക് നാൾ ശുഷ്കിച്ചു വരുമ്പോൾ തന്റെ അകത്തെ മനുഷ്യൻ അധിക ശക്തിയോടെ ബലപ്പെടുവാനിടയായി തീർന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആഴത്തിലേക്ക് ഇറങ്ങുവാനിടയായി തീർന്നു. ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെ വേരുകളൂന്നി ദൈവത്തിൽ നേരിട്ട് ബലം പ്രാപിപ്പാനിടയായി തീർന്നു. പ്രത്യാശയുടെ നങ്കൂരം കർത്താവിൽ നേരിട്ട് പ്രാപിപ്പാനിടയായി തീർന്നു. വേദനകളുടെ മധ്യത്തിൽ താൻ ആഗ്രഹിച്ചപ്പോൾ കൂടി നിന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ അക്ഷരികമായി പലപ്പോഴും ഇറങ്ങി വരുന്നത് ആ പിതാവ് കാണുവാനിടയായി തീർന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ തനിക്ക് വളരെ രോഗം മൂർച്ഛിച്ചു. തന്റെ മകൾക്ക് മനസ്സിലായി ഇത് അവസാന സമയങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അവൾ വളരെ ദൂരം ഓടിയിട്ട് തന്റെ സഭയിലെ പാസ്റ്ററോട് ഇത് അറിയിപ്പാൻ ഓടി. അങ്ങനെ പാസ്റ്ററുമായിട്ട് മടങ്ങി വരുമ്പോൾ ഈ പിതാവ് വളരെ കംഫോർട്ടായിട്ട് താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് പോയി കിടക്കുന്നത് കാണുവാനിടയായി തീർന്നു. അവര് നോക്കിയപ്പോൾ ആ കട്ടിലുണ്ടായിരുന്ന തലവെണ്ണയിലൊന്നുമല്ല, തലയിണകളിലൊന്നുമല്ല പിതാവിന്റെ തല കിടക്കുന്നത്. താൻ കർത്താവിനായിട്ട് മാറ്റിവെച്ച ആ ചെയറുണ്ടല്ലോ, കസേര, അത് തന്റെ കിടക്കയുടെ സമീപത്തിരിക്കുകയാണ്. ആ തല വെച്ചിരിക്കുന്നത് ആ കിടക്കയിലാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ ആരും അറിയാതെ ഇറങ്ങി വന്ന കർത്താവിന്റെ സാന്നിധ്യം. ഒരുപക്ഷെ ഇതുവരെ കർത്താവിന് വേണ്ടി ഒരു കസേര ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കസേര കിടപ്പുണ്ട്. അതൊന്ന് തുറക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മമണവാളൻ ഇന്ന് നിങ്ങളുടെ സമീപത്തുണ്ട്. ഒരു മനുഷ്യൻ നിങ്ങളെ സ്പർശിച്ചില്ലെങ്കിലും, ആരും നിങ്ങൾക്കൊരവസരം തന്നില്ലെങ്കിലും, ആരും നിങ്ങൾക്കൊരു പ്രശംസ വാക്ക് പറഞ്ഞില്ലെങ്കിലും, ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും അറിയാതെ ഇന്ന് രാത്രി മുട്ടുന്ന നമ്മുടെ കർത്താവ് ഇവിടെ ഉണ്ട്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നുവെങ്കിൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവിനോടുകൂടെ ഇന്ന് രാത്രി നിങ്ങളുടെ ഡിന്നർ യേശുവിനോടൊപ്പമായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറക്കാമോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ സിംഹാസനത്തിന്റെ പൊടികളൊക്കെ ഒന്ന് മാറ്റാമോ? ഒരുപക്ഷെ നിരാശയായിരിക്കാം അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തകർച്ചകളായിരിക്കാം, കടഭാരങ്ങളായിരിക്കാം, ഹല്ലേലൂയ, പലപ്പോഴും മുന്നിൽ കണ്ട മറ്റു വ്യക്തികളുടെ പരാജയങ്ങളായിരിക്കാം. നിങ്ങളുടെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ സിംഹാസനത്തിന്റെ വാതിലുകൾ പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് കർത്താവിന്റെ ആത്മസാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് തുറന്നേ. അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടുമ്പോൾ മുഖം തകർന്നു പോകുവാനിടയാകും. ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരം പറയുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14 അധ്യായം അതിന്റെ 2-4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ഹല്ലേലൂയ. 4 വാക്യത്തിൽ ഹല്ലേലൂയ അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണ്. ആരും തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. ആരും തിരിച്ചറിയാതെ നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ ഒറ്റയ്ക്ക് പോരാടുന്നത് ആരും തിരിച്ചറിയുന്നില്ലെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും തിരിച്ചറിയുന്നില്ല നിങ്ങൾ എന്താ പറയുന്നത്. ആത്മനിറവ് പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി ആദരം തുറന്ന് ചില നിമിഷങ്ങളൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ കെട്ടുകൾ പൊട്ടുന്ന, ഹല്ലേലൂയ, പിശാചിന്റെ ദുഷ്ടനുഖങ്ങൾ തകർന്നു മാറുന്ന ഒരു അഭിഷേകം, ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഇതിലെ ഹല്ലേലൂയ നിങ്ങളുടെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് ഹല്ലേലൂയ അന്തരാത്മാവിലേക്കൊന്ന് പ്രാപിക്കട്ടെ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ഒന്ന് ബലപ്പെടുവാൻ ഇടയാകട്ടെ. ആത്മാവിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ഓ കെട്ടുകൾ പൊട്ടട്ടെ. പിശാച് പറഞ്ഞ പൊള്ളത്തിരങ്ങൾ, കള്ളങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു. നീ പുറത്തു വരികയില്ലെന്നും നീ തകർന്നു പോകുമെന്നും നീ ഒരു പരാജയമാണെന്നും പിശാച് വ്യക്തികൾ കൂടി, ഓ ഹല്ലേലൂയ, വിവിധ മാധ്യമങ്ങൾ കൂടി നിന്നോട് പറഞ്ഞ് നിന്നെ ഒതുക്കിയിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന രാത്രിയാണ്.
ദൈവത്തോട് സംസാരിച്ച് ഇന്ന് രാത്രി പുറത്തു വാ. ആത്മീക വർധന വരുത്തട്ടെ. ആരും തിരിച്ചറിയണ്ട, ആരും തിരിച്ചറിയണ്ട. മർമ്മം പ്രസ്താവിക്ക്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നിന്നിൽ പകർന്നിരിക്കുന്നത്. ഓ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവ്. ഓ റബന ദരക ശാന്തരവ. സാത്താനിക ശക്തികൾ ഹാലലുയ അതിന്റെ കൂടലകി നിനക്കെതിരെ വന്നാലും നീ ഒറ്റയ്ക്കല്ല. ഹാലലുയ അഭിഷേകം നിന്റെ കൂടെയുണ്ട്. അനേകർ ഇന്ന് രാത്രി അദൃശ്യമായി കെട്ടുകളായി പുറത്തു വരികയാണ്. ദേശത്തിന്മേൽ ഓ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നാളുകളായി ഓ പ്രവർത്തനങ്ങളെ ഹല്ലേലൂയ ഞെരിച്ച് ഉടയ്ക്കുവാൻ തക്കവണ്ണം, ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം വിവിധ മാധ്യമങ്ങൾ കൂടി പോരാടുന്ന, വിവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ച് പോരാടുന്ന, അപമാനമിട്ട് അറുത്തുമാറ്റി മുറിച്ചു മാറ്റി ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന പോരുകൾ ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഓ റബനദരഗ ശാന്തരബ രേഖേരിയബ ശാതരബ ഹല്ലേലൂയ ദൈവകൃപ പ്രാപിച്ച ആരും മൗനമായിട്ടിരിക്കരുത്. ഒരുപക്ഷെ ഇന്ന് രാത്രി വ്യക്തിപരമായി നിങ്ങളുടെ വിടുതൽ രാത്രിയായിരിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹൃദയവാതിൽ തുറക്കാൻ തയ്യാറാണോ? അന്നാളിൽ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പൂർത്തിയിൽ ഇറങ്ങിയാൽ നിങ്ങൾക്കുള്ള വിടുതലാണ്. ഇന്നാളിൽ അഭിഷേകത്തിന്റെ പുഷ്ടി കർത്താവിന്റെ വരവിന് വേണ്ടി ശക്തമായി പോരാടുവാൻ ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. സകല മാനവ മഹത്വം കർത്താവിന് അർപ്പിച്ചുകൊണ്ട് സഭയ്ക്കും പ്രത്യേകിച്ച് ലീഡർഷിപ്പിനും